ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കാണ്. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് 4 ശക്തികളെയാണ്: പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്. ഇവർ കേരളത്തിലേക്ക് എത്തിയ ആ ഒരു ഓർഡർ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കേരളത്തിലേക്ക് എത്തിയ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. സെക്കൻഡ് വൺ ഡച്ചുകാരാണ്. തേർഡ് വൺ ഇംഗ്ലീഷുകാരും അവസാനമായി എത്തിയവർ ഫ്രഞ്ചുകാരുമാണ്. ഈ ഓർഡർ അറിഞ്ഞിരിക്കാൻ ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ആദ്യമായി എത്തിയ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ ഗാമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാരനാണെന്നും അറിയാം. അതുകൊണ്ട് പോർച്ചുഗീസുകാരാണ് ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തി. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്, ഈ ഒരു ഓർഡറിലാണ് കൺഫ്യൂഷൻ വരുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഓർഡർ തന്നെ നോക്കിയാൽ മതി. DEF, ദാറ്റ് മീൻസ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പൊ ഓക്കെ ആയല്ലോ. ഇനി ആ ഓർഡർ നമ്മൾ വിട്ടുപോയില്ലല്ലോ. ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്നു, സെക്കൻഡ് ഡച്ചുകാർ വന്നു, തേർഡ് ഇംഗ്ലീഷുകാർ വന്നു, ഫോർത്ത് ഫ്രഞ്ചുകാരും വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോർച്ചുഗീസുകാരെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻകാര് അതാരാണ്? പോർച്ചുഗീസുകാരാണ് കടൽമാർഗം ആദ്യമെത്തിയ യൂറോപ്യൻകാര്. അതുപോലെ തന്നെ ഒരു ഫേമസ് കലാരൂപമാണ്, ഒരു ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ഈ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശ ശക്തി ആരാണെന്ന്. അത് പോർച്ചുഗീസുകാര്. പിന്നെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവയൊക്കെ കേരളത്തിൽ പ്രചരിപ്പിച്ചു. പറങ്കികൾ എന്ന് അറിയപ്പെട്ടിരുന്ന വംശമാണ്, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ആരാണെന്നുള്ള കാര്യം. വാസ്കോഡ ഗാമയാണത്. ഈ പറയുന്ന വാസ്കോഡ ഗാമ 1497 അദ്ദേഹത്തിന്റെ നാടായ ലിസ്ബണിൽ നിന്നും അന്ന് പോർച്ചുഗീസ് ഭരിച്ചിരുന്ന മാനുവൽ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് പറയാം, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. അദ്ദേഹം 1497 അന്ന് പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയൽ എന്ന കപ്പലിൽ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നു. 1498 മെയ് മാസം 20 അദ്ദേഹം നമ്മുടെ കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത്, കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ പന്തലായനി കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങുകയാണ് ചെയ്യുന്നത്. കപ്പലിറങ്ങി സാമൂതിരിയുമായി അത്യാവശ്യം ചെങ്ങാത്തമൊക്കെ സ്ഥാപിച്ച് അദ്ദേഹം 1499 ലിസ്ബണിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ചെന്നിട്ട് അന്നത്തെ രാജാവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന കേരളം നമുക്ക് വ്യാപാരത്തിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് വാസ്കോഡ ഗാമ ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കിയെടുത്തു. അന്നത്തെ ഒരു കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ കുറെ അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. കുറെ രാജ്യങ്ങളുണ്ട്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ കലഹങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്കോഡ ഗാമയ്ക്ക് മനസ്സിലായി, ഇവിടെ ഒരു വ്യാപാര കുത്തക ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യം. അത് ഒരു വ്യാപാര കുത്തക ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വാസ്കോഡ ഗാമ ഇത് രാജാവായിരുന്ന മാനുവൽ ഒന്നാമനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വാസ്കോഡ ഗാമയെ വീണ്ടും 1502 വീണ്ടും കേരളത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അന്ന് വന്നെങ്കിലും ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരി അന്ന് വ്യാപാര കരാർ ഒപ്പുവെച്ചെങ്കിലും എന്ത് സംഭവിച്ചു? ചുങ്കമില്ലേ, അതായത് ടാക്സ് എന്ന് പറയുന്ന സംഭവം, ആ സംഭവം എന്ത് വ്യാപാരം വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോ, പക്ഷെ ഇവിടെ ടാക്സ് തരണം എന്ന ഒരു രീതി തന്നെ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ സാമൂതിരിയുമായി ചെറിയ രീതിയിൽ പിണക്കങ്ങൾ ഉണ്ടായി. ഈ സമയത്ത് വാസ്കോഡ ഗാമ അന്ന് കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവുമായി സൗഹൃദത്തിലാവുകയും തിരിച്ചു പോവുകയും ചെയ്തു. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി കേരളത്തിലെത്തിയത് എന്നാണ്? അത് 1524 ബട്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അന്നൊരു വ്യാപാരത്തിന് വേണ്ടി ഒരു വ്യവസായിയായി അല്ല മൂന്നാമത്തെ വട്ടം വന്നത്. കേരളം ഭരിക്കുന്ന ഒരു വൈസ്രോയി ആയിട്ടാണ് വന്നത്. അതായത് ഒരു ഭരണ നേതാവായിട്ടാണ് അവസാനമായി കേരളത്തിൽ എത്തുന്നത്. മൂന്നാമത് 1524 അദ്ദേഹം ഇവിടെ വെച്ച് അന്തരിക്കുന്നു.
അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി. ഈ സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം 1539 ഈ പറയുന്ന പോർച്ചുഗീസുകാർക്ക് ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവരുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഈ വാസ്കോഡ ഗാമ 1499 തിരിച്ചുപോയി എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ ചെന്ന് മാനുവൽ ഒന്നാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊരു വ്യാപാര കുത്തകയ്ക്ക് പറ്റിയ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? അവിടുത്തെ രാജാവ് മറ്റൊരു വ്യവസായിയെ, ആ വ്യവസായിയാണ് കബ്രാള്, 1500 കേരളത്തിലേക്ക് അയക്കുന്നു. കാപ്പാട് വന്ന് ഇറങ്ങി കോഴിക്കോട് സാമൂതിരിയുമായി സൗഹൃദമൊക്കെ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചി രാജാവുമായി സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ കൊച്ചിയിൽ ഒരു ഫാക്ടറിയും സ്ഥാപിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ കുറെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു പോർച്ചുഗീസുകാരെ പറ്റി. പക്ഷെ ഈ പോർച്ചുഗീസുകാരെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്. അതായത് പോർച്ചുഗീസുകാര് ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അച്ചടിശാലകൾ സ്ഥാപിച്ചത് അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ അച്ചടിശാല ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ്? 1556 ഗോവയിലാണ് ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത്. ഇതിനോടൊപ്പം തന്നെ അവർ കേരളത്തിലും അങ്ങ് സ്ഥാപിച്ചു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു. ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് ഇവരുടെ വൈസ്രോയിമാരെ പറ്റിയാണ് നോക്കേണ്ടത്. ഇന്ത്യയിലെ തന്നെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നാണ് വരുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1505 മുതൽ 1509 വരെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടം. ഇദ്ദേഹം വന്നിവിടെ നീലജല നയമൊക്കെ അവതരിപ്പിച്ചു. നീലജല നയം പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നാവികസേനയുടെ സഹായത്തോടു കൂടിയിട്ട് സമുദ്ര വ്യാപാര കുത്തക പോർച്ചുഗീസുകാർ ഏറ്റെടുക്കുക. ഈ നീലജല നയമൊക്കെ ആവിഷ്കരിച്ചിട്ട് അൽമേഡ തിരിച്ചുപോയി. അതിനുശേഷം അൽബുക്കർക്ക് വരുന്നു. അതായത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നാണ് അൽബുക്കർക്കിനെ അറിയപ്പെടുന്നത്. ഈ അൽബുക്കർക്ക് രണ്ടാമത്തെ വൈസ്രോയി ആണെങ്കിലും ശരിക്കും ഇവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്, ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി അതാരാണ്? അത് അൽബുക്കർക്ക് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ നമ്മൾ അൽമേഡ എന്ന് പറയുന്ന പാർട്ടി. പക്ഷേ ഈ പറയുന്ന പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. ഇവിടെ മാനുവൽ കോട്ട, ഈ അൽബുക്കർക്ക് വൈസ്രോയായി എത്തുന്നത് 1509 പോലും അദ്ദേഹം അതിനു മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് 1503 മാനുവൽ കോട്ട പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്തുന്നത്. എന്നാണ് 1503 അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയിട്ട് ഒരു കോട്ട പണിതു. ആ കോട്ടയുടെ പേരാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി, എവിടത്തെ? ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഈ മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ അതും പറഞ്ഞിരിക്കണം. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്താ, കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി കൃഷിയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഈ കൃഷിയൊക്കെ ആരംഭിക്കാൻ നമ്മളെ സഹായിച്ചു എന്നുള്ള കാര്യം. അതുപോലെ നമുക്ക് ചെറിയൊരു പണിയും തന്നു. പുകയില കൃഷി ആരംഭിച്ചതും ആരാണ്? ഈ പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇനി അൽബുക്കർക്കാണ് ഇവിടെ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. അൽബുക്കർക്ക് വന്നതിന് ശേഷം 1510, അതായത് 1509 അൽബുക്കർക്ക് എത്തുന്നത്. 1510 ഇവരങ്ങ് ഗോവ കീഴടക്കി. അതായത് ആരുടെ ഗോവ കീഴടക്കി? ആരാണ് ഗോവ കീഴടക്കിയത്? അന്നത്തെ വൈസ്രോയായിരുന്ന അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് അന്ന് ഗോവ ഭരിച്ചിരുന്ന ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാര് ഗോവ പിടിച്ചെടുത്തത് 1510. ഗോവ പിടിച്ചെടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തെന്നറിയാവോ? കൊച്ചിയിൽ നിന്നും ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി? ഗോവയിലേക്ക് മാറ്റി. ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായിരുന്നു കൊച്ചി. ആ കൊച്ചിയിൽ നിന്നും അവരെങ്ങോട്ടേക്ക് മാറ്റി? ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി. അപ്പം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. പിന്നെ പോർച്ചുഗീസുകാരുടെ ഇടയ്ക്ക് ഒരു 2 മെയിൻ സന്ധികൾ ഉണ്ടായിരുന്നു. ഒന്നാണ് കണ്ണൂർ സന്ധി എന്ന് പറയുന്നത്. അത് 1513 കണ്ണൂർ സന്ധി. 1540 ആണ് അടുത്ത
പൊന്നാനി സന്ധി എന്ന് പറഞ്ഞു. ഈ രണ്ട് സന്ധികളും പ്രത്യേകിച്ച് ഒന്നുമില്ല, വ്യാപാര കുത്തകകൾ ഏറ്റെടുക്കുക എന്നത് തന്നെയായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കാർട്ടസ് വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കടലിൽ കൂടി വരുന്ന വ്യാപാര മേഖലകളുണ്ടല്ലോ, ആ വ്യാപാര മേഖലകൾ പൂർണ്ണമായും പോർച്ചുഗീസ് കൺട്രോളിൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് അധീനതയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു കാർട്ടസ് വ്യവസ്ഥ. ഇത്രയും സംഭവങ്ങളാണ് പോർച്ചുഗീസുകാരെ പറ്റി നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടിയിട്ട് വന്നവരാണ് കുഞ്ഞാലി മരയ്ക്കന്മാര്. അതായത് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കന്മാര്. 4 കുഞ്ഞാലി മരയ്ക്കന്മാരാണുള്ളത്. 1-ാമൻ, 2-ാമൻ, 3-ാമൻ, ദെൻ 4-ാമന്. ഇതിൽ മെയിനായിട്ടും ഉണ്ടായിരുന്നത് 2-ാമനും 4-ാമനുമാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് ജസ്റ്റ് ആ 4 പേരെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാന യുദ്ധമുറകൾ, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഫസ്റ്റ് വൺ, കുഞ്ഞാലി മരയ്ക്കർ 1-ാമൻ. കുഞ്ഞാലി മരയ്ക്കർ 1-ാമൻ സാഹസികനും തന്ത്രശാലിയുമായിരുന്നു. പോർച്ചുഗീസ് ശക്തിയെ നേരിടാൻ വേണ്ടി ഗറില്ല യുദ്ധരീതി, എന്താണ് ഗറില്ല യുദ്ധരീതി ആയിരുന്നു, അതായത് ഒളിപ്പോരുകൾ ആയിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തത്. 1539 സിലോൺ തീരത്തെ വിതുല എന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസുകാർ അദ്ദേഹത്തിനെ വധിക്കുകയാണ് ചെയ്തത്. അടുത്തതാണ് കുഞ്ഞാലി മരയ്ക്കർ 2-ാമൻ. കുഞ്ഞാലി മരയ്ക്കർ 2-ാമന്റെ കാലഘട്ടമായപ്പോഴേക്കും സാമൂതിരിയിലെ സാമ്പത്തികമായി വളരെയധികം താഴോട്ട് വന്നു. കാരണം തുടരെയുള്ള യുദ്ധം അവരുടെ സാമ്പത്തിക രംഗത്തെ വളരെയധികം ബാധിച്ചു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുമായിട്ട് നിർബന്ധിത സന്ധിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നിർബന്ധിത സന്ധിയിൽ ഒപ്പുവെച്ചതാണ് ചാലിയങ്കോട്ട പോർച്ചുഗീസുകാർക്ക് സാമൂതിരി പണിയിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞത്. ഈ ചാലിയങ്കോട്ടയെ പറ്റി പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നതാണ് സാമൂതിരിയുടെ തൊണ്ടയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു തോക്കുപോലെ ആയിരുന്നു എന്ന്. അടുത്തതാണ് കുഞ്ഞാലി മരയ്ക്കർ 3-ാമൻ. കുഞ്ഞാലി മരയ്ക്കർ 3-ാമൻ 1-ാമനെയും 2-ാമനെയും പോർച്ചുഗീസുകാർ വധിക്കുകയാണ് ചെയ്തത്. പക്ഷെ കുഞ്ഞാലി മരയ്ക്കർ 3-ാമൻ അദ്ദേഹത്തിനെ ആണെങ്കിൽ ഒരിക്കൽ പോലും പോർച്ചുഗീസുകാരുടെ മുമ്പിൽ തലകുനിക്കാത്ത കുഞ്ഞാലി മരയ്ക്കർ എന്നാണ് അറിയപ്പെടുന്നത്. പടേ മരയ്ക്കർ എന്ന പേരിലാണ് കുഞ്ഞാലി മരയ്ക്കർ 3-ാമനെ അറിയപ്പെടുന്നത്. ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കർ 3-ാമനാണ്. ഈ ചാലിയങ്കോട്ടയുടെ തകർച്ച കേരളത്തിൽ പോർച്ചുഗീസ് മേധാവിത്വത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായി. ചാലിയങ്കോട്ട പിടിച്ചെടുത്തതിന് ശേഷം അതിന്റെ സന്തോഷത്തിൽ, അതിന്റെ ആഘോഷത്തിനായി അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് വീണ് പരിക്കേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാലി മരയ്ക്കർ 4-ാമൻ. കുഞ്ഞാലി മരയ്ക്കർ 4-ാമൻ അറിയപ്പെടുന്നത് മുഹമ്മദ് മരയ്ക്കർ എന്ന പേരിലാണ്. കുഞ്ഞാലി മരയ്ക്കർ 4-ാമൻ കോട്ടയ്ക്കൽ കോട്ടയുടെ അധിപനും സാമൂതിരിയുടെ പടത്തലവനുമായിരുന്നു. കുഞ്ഞാലി മരയ്ക്കർ 4-ാമനെയും പോർച്ചുഗീസുകാർ വധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആക്ച്വലി കുഞ്ഞാലി മരയ്ക്കർ 4-ാമനെ സാമൂതിരി ചതിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രരേഖകളിൽ പറയുന്നത്. ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന സാമൂതിരിയും പോർച്ചുഗീസുകാരും കൂടി ഒത്തുചേർന്നുകൊണ്ട് കുഞ്ഞാലി മരയ്ക്കറെ തടവിലാക്കുകയും അതിനുശേഷം അദ്ദേഹത്തിനെ വധിക്കുകയുമാണ് ചെയ്യുന്നത് പോർച്ചുഗീസുകാര് തല വേറെ, ബാക്കി ബോഡി പാർട്സ് വേറെ, അങ്ങനെ ഓരോരോ ബോഡി പാർട്സ് പല പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു. അത്ര മൃഗീയമായാണ് അദ്ദേഹത്തിനെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് പോർച്ചുഗീസുകാരെ പറ്റിയും സാമൂതിരിയുടെ പടത്തലവനായ കുഞ്ഞാലി മരയ്ക്കരെ പറ്റിയും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ശക്തിയെയാണ് പഠിക്കേണ്ടത്, ഡച്ചുകാരെ പറ്റി. ഡച്ചുകാരോ ഫ്രഞ്ചുകാരെ പറ്റിയൊന്നും പോർച്ചുഗീസുകാരെ പഠിച്ച അത്രയും വലിയ ടോപ്പിക്കുകളൊന്നുമില്ല. ജസ്റ്റ് അവരെന്ന് ഇവിടെ വന്നു, അവരെന്ന് അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഡച്ചുകാരെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അവരവരുടെ കമ്പനി സ്ഥാപിച്ചത് 1602-ലാണ്. 1602 ഡച്ചുകാര് അവരുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം 1605 ആയപ്പോഴത്തേക്കും ഡച്ചുകാര് അവരുടെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്തിൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം 1658 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും കൊല്ലം ഡച്ചുകാർ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 1663 ആയപ്പോഴേക്കും ഈ പറയുന്ന പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കൊച്ചിയും കീഴടക്കുന്നു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻ ഗൊയൂൻസ് എന്ന് പറയുന്നത്. ആരാണ്? അഡ്മിറൽ വാൻ ഗൊയൂൻസ്.
അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ദെൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം അവര് മസൂലി പട്ടണത്തിൽ, എവിടെയാണ് മസൂലി പട്ടണത്തിൽ 1605 അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. ദെൻ അവർ കൊല്ലം പിടിച്ചടക്കുന്നു. അതിനുശേഷം കൊച്ചിയും പിടിച്ചടക്കുന്നു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ അഡ്മിറൽ എന്നറിയപ്പെടുന്ന അഡ്മിറൽ വാൻ ഗൊയോൻസ് ആണ്. നെക്സ്റ്റ് യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാര്. ഫ്രഞ്ചുകാര് അവരുടെ തലസ്ഥാനമായി കാണുന്നത് ഇന്നത്തെ പോണ്ടിച്ചേരിയാണ്. നമ്മൾ ഇന്ന് പുതുച്ചേരി എന്ന് പറയുന്ന പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ചുകാരുടെ തലസ്ഥാനമായി കണ്ടുപിടിച്ചത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് പോണ്ടിച്ചേരിയുടെ പിതാവായി കാണുന്നത്. ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് സൂററ്റിലാണ്. ഡച്ചുകാർ എവിടെയാണ്? മസൂലി പട്ടണത്തിൽ സ്ഥാപിച്ചപ്പോൾ ഫ്രഞ്ചുകാര് ആദ്യത്തെ വ്യാപാര സ്ഥാപനം സൂറത്തിൽ സ്ഥാപിച്ചു. പിന്നെ ഫ്രഞ്ചുകാര് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അവരുടെ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയില ആയിരുന്നു. അതായത് മയ്യഴി എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് എന്താണ്? മയ്യഴി പുഴ. അടുത്തതാണ് നമ്മുടെ ഇംഗ്ലീഷുകാര്. ഇംഗ്ലീഷുകാര് കേരളത്തിലെത്തിയ ഫസ്റ്റ് ഇംഗ്ലീഷുകാരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ റാൽഫിഷ് ആണ് കേരളത്തിൽ എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത്. മാസ്റ്റർ റാൽഫിച്ചിന് ശേഷം ക്യാപ്റ്റൻ കീലിംഗ് 1615 ക്യാപ്റ്റൻ കീലിംഗ് എത്തുന്നുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് ഓർത്തിരിക്കണം നമ്മള്. കേരള PSCയുടെ ആൻസർ പ്രകാരം കേരളത്തിലെത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് ചോദിക്കുമ്പോൾ അവര് ക്യാപ്റ്റൻ കീലിങ്ങിനെയാണ് പറയാറുള്ളത്. ആരെയാണ്? ക്യാപ്റ്റൻ കീലിങ്ങിനെയാണ്. അതുകൊണ്ട് തന്നെ ആൻസറില് നമ്മുടെ ഓപ്ഷനില് കേരളത്തിലെത്തിയ ഫസ്റ്റ് ഇംഗ്ലീഷുകാരൻ എന്നുള്ളിടത്ത് മാസ്റ്റർ റാൽഫിഷ് ഇല്ല എന്ന് വിചാരിക്കുക. ക്യാപ്റ്റൻ കീലിംഗ് ആണോ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിന് തന്നെ ആൻസർ കൊടുക്കുക. എന്താ നമ്മൾ ഓർത്തിരിക്കേണ്ടത്? ആക്ച്വലി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിഷ് ആണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ചരിത്രരേഖകളിലെല്ലാം പറയുന്നു 1583 അദ്ദേഹം കൊച്ചിയിലാണ് വന്നിറങ്ങിയതെന്ന്. പക്ഷെ നമ്മുടെ കേരള PSC പലപ്പോഴും ആൻസർ കൊടുക്കുമ്പോൾ ക്യാപ്റ്റൻ കീലിംഗ് 1615 കേരളത്തിൽ വന്നിറങ്ങി. അദ്ദേഹമാണ് ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. കേരളത്തിൽ വന്നിറങ്ങി ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ അപ്പോഴത്തെ ആ ഒരു ഓപ്ഷനിൽ ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ആൻസർ ആയിട്ട് കൊടുക്കുക. ഇനി ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ് സ്ഥാപിച്ചത് 1644. അതേസമയം ചോദിക്കുകയാണ്, ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അല്ലെങ്കിൽ ഫാക്ടറി രണ്ടും ഒന്ന് തന്നെയാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ അഞ്ചുതെങ്ങാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ചത് എന്നാണ്? 1695. ഈ പറയുന്ന അഞ്ചുതെങ്ങ് കോട്ടയാണ് ഇംഗ്ലീഷുകാരുടെ കോട്ട എന്നറിയപ്പെടുന്നത്. അപ്പം ഇംഗ്ലീഷുകാരെ പറ്റി നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കുന്നത്? മാസ്റ്റർ റാൽഫിഷ് ആരാണ്, ക്യാപ്റ്റൻ കീലിംഗ് ആരാണെന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി എന്ന് പറയുന്നത് 1644 വിഴിഞ്ഞത്ത് സ്ഥാപിച്ചു. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ ഫാക്ടറി ഏതാണെന്ന്. അത് അഞ്ചുതെങ്ങാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ കോട്ട നിർമ്മിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ 1695 അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഓക്കെ, ഇനി ഇതിനു ശേഷം നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി യു.